നേരത്തെ നമ്മൾക്ക് പരിചയമുണ്ടായിരുന്ന ലോക രാഷ്ട്രങ്ങളിൽ തന്നെ ഏറ്റവും സവിശേഷതയാർന്ന പദ്ധതികളിലൊന്ന് എന്നൊക്കെ പറയാവുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലനിൽക്കുന്നില്ല എന്ന് വേണം, എന്ന് തന്നെ സമ്പൂർണ്ണമായിട്ട് അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പദ്ധതി വളരെ ഗ്രാമീണ മേഖലയിലെ സാധാരണ മനുഷ്യർക്ക് അങ്ങേയറ്റം വലിയ അന്തസ്സുള്ള ജീവിതം കൊടുത്തിരുന്ന ആ പദ്ധതി അങ്ങനെ തന്നെ ഇല്ലാതായി എന്ന് വേണം മനസ്സിലാക്കാൻ. പേര് മാത്രം മാറുകയല്ല ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, 90% കേന്ദ്രം മുടക്കും എന്ന കാര്യത്തിൽ നിന്ന് 10% മാത്രം സംസ്ഥാനം എന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയി. അതില്ലാതായി ഇപ്പോൾ 60% വഹിക്കുന്നത് കേന്ദ്രമാണ്, 40% മാത്രമാണ് സംസ്ഥാനം. എന്ന് മാത്രമല്ല, ഈ കാർഷിക വൃത്തി നടക്കുന്ന 60 ദിവസം മാറ്റോ 60 ദിവസമാണെന്ന് തോന്നുന്നു, 60 ദിവസം ഈ പദ്ധതി നടപ്പാക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് വന്നു. ഒപ്പം ഈ പറയുന്ന പോലെ 100 ദിനങ്ങളെന്ന് മാറ്റി 125 ദിനങ്ങളെന്നൊക്കെ ഒരു പേരിന് വേണ്ടി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ഈ പേരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ അല്ലാതെ മാറ്റിവെച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു UPA സർക്കാർ അതിന് ഇടതുപക്ഷം പിന്തുണ കൊടുത്തിരുന്ന കാലത്താണ് ഇങ്ങനൊരു പദ്ധതി ഉണ്ടായത്. അതായത് ഒരു സോഷ്യലിസ്റ്റ് നിലപാട് എന്നൊക്കെ പറയാവുന്ന, നമ്മുടെ നാട്ടിലെ അതിദരിദ്രരായിട്ടുള്ള ദരിദ്ര നാരായണന്മാരെന്നൊക്കെ വിളിക്കപ്പെടുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മനുഷ്യർക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക് അന്തസ്സോടെയുള്ള ജീവിതം, കാരണം അവർ തൊഴിൽ ചെയ്യുകയാണ്, നിശ്ചയമായിട്ടും തൊഴിലുണ്ട്, ആ തൊഴിലിന് കൂലി കിട്ടും എന്നത് കേന്ദ്രം ഇത്രമാത്രം പണം അതിന് കൊടുക്കുന്നു എന്ന അതിഗംഭീരമായിട്ടൊരു പദ്ധതിയായിരുന്നു അത്. ആ സോഷ്യലിസ്റ്റ് നിലപാടിൽ നിന്ന് അങ്ങനെ തന്നെ മാറുകയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത് പേരുമാറ്റം മാത്രമല്ല, ഈ പദ്ധതി അപ്പാടെ തന്നെ ഇല്ലാതാവുകയാണ് എന്ന നില നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വിമർശനം വരുന്നിട്ട് പോലും അക്കാര്യങ്ങൾ ഗൗനിക്കേണ്ടതേ ഇല്ല എന്ന നിലപാട് ഇവർ സ്വീകരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്, ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ പേരിൽ നിന്ന് ഗാന്ധിജി എന്ന പേരിനെ, മഹാത്മാഗാന്ധി എന്ന പേരിനെ എന്തിന് ഡിലീറ്റ് ചെയ്യണം, എന്തിന് വെട്ടിക്കളയണം എന്ന ഇതിനൊരു വിശദീകരണം നിശ്ചയമായിട്ടും കേന്ദ്ര സർക്കാർ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. വളരെ കഷ്ടപ്പെട്ട് ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്നത് പോലെ ഈ റാം എന്നത് അതിനകത്തേക്ക് തിരികെ കയറ്റാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പേരാണ്. പിന്നെ നമ്മൾ ഇത്ര മഹത്തരമായൊരു പദ്ധതി അപ്പാടെ തന്നെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ പേര് മാറ്റത്തെപ്പറ്റി വല്ലാത്ത തോതിൽ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. പ്രത്യേകിച്ചും ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ ഗാന്ധിയുടെ പേരിനെ വെട്ടിയിരിക്കുന്നത് എന്താണ് എന്ന ചർച്ച ഉയരുന്നത് പോലും ആ രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷമുണ്ടാകുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും അത്ഭുതമില്ല. പക്ഷേ നിശ്ചയമായിട്ടും ഹർഷൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ ഇതിനകത്ത് നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ മനുഷ്യരുടെ അന്തസ്സുള്ള ജീവിതത്തെ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്ന കാലത്തും അതിന് ശേഷവും എന്ന നിലയിലേക്ക് നമ്മൾ മാറി മാറി കാണേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് പ്രവചിച്ചാൽ അത് തെറ്റായി വരികയില്ല.